ഈ ഒരു വീഡിയോ ഇന്നലെ വൈകുന്നേരം ഉള്ളതാട്ടോ. ശനിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തിങ്കളാഴ്ച രാവിലെയാണ് ഞാൻ ക്ലാസ്സിലേക്ക് വന്നത്. അപ്പോൾ സൺഡേ ഈവനിങ് ഞാനും എൻ്റെ അമ്പുട്ടനും കൂടെ അമ്പലത്തിൽ പോകാനൊരു പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ വേഗം കുളിപ്പിച്ച് ഒരുക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. എന്തൊക്കെയോ കോപ്രാട്ടികൾ കാട്ടുന്നുണ്ട്. പിന്നെ അവളുടെ മുടി കെട്ടലാണ് അടുത്ത ടാസ്ക്. എൻ്റെ മുടി ഹോസ്റ്റലിൽ പോയതിൻ്റെ ശേഷം നല്ല കൊഴിച്ചിലാണ്. എനിക്ക് എന്താ അറിയില്ല, അവിടുത്തെ വെള്ളം തീരെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ടാബ്ലറ്റ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് എയർ ഫോളിന്. അപ്പോൾ നമ്മൾ രണ്ടുപേരും സ്കൂട്ടിയിലാണ് കേട്ടോ പോണത്. അപ്പോൾ അവൾക്ക് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. കുറേ കാലമായി ഇപ്പോൾ ഞാൻ നാട്ടിലില്ലാത്ത കാരണം അമ്പലങ്ങളിലൊക്കെ പോയിട്ട്. അപ്പം അമ്പുട്ടനെയും കൂട്ടിയിട്ട് അമ്പലത്തിലൊക്കെ പോയി. ഞങ്ങൾക്ക് പ്രസാദമൊക്കെ കിട്ടി. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറിയൊക്കെ ഇട്ട് കൊടുത്ത് എന്താ പറയുക, ഒരു പീസ്ഫുൾ ഈവനിങ് ആയിരുന്നു സത്യം പറഞ്ഞാൽ സൺഡേ ഉള്ളത് കേട്ടോ. ഞാനും അമ്പുട്ടനും മാത്രമായിട്ട് ഞങ്ങളൊരു 2-3 അമ്പലങ്ങളിലൊക്കെ പോയി കുറേ നേരം അവിടെ ഇങ്ങനെ എന്താ പറയുക, ഒരു സമാധാനത്തോടു കൂടി ഇങ്ങനെ സ്പെൻഡ് ചെയ്യാന്ന് പറയില്ലേ, അതായിരുന്നു ഞങ്ങളുടെ സൺഡേ കേട്ടോ. അങ്ങനെ എന്താ അമ്പലത്തിലൊക്കെ പോയി. അവൾക്ക് കുറച്ച് നേരം അവിടെ കളിക്കണം പറഞ്ഞു. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയിട്ട് ഒരു കൃഷ്ണനെ വെക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കൃഷ്ണൻ ഒരു സൈഡിലായിട്ട് ഇപ്പോൾ അവളുടെ ഒരു കളിക്കുന്ന ഒരു സ്പേസായി മാറിയിട്ടുണ്ട് അത് കേട്ടോ. പിന്നെ വൈകുന്നേരം എന്താ ചെറിയൊരു അടുക്കള പണിയിലും കാര്യത്തിലൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവൾ വന്നിട്ട് എന്തൊക്കെയോ വർത്താനവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഹോസ്റ്റൽ ലൈഫിലേക്ക് പോയപ്പോൾ അമ്പുട്ട് എന്നെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായി കേട്ടോ. അവൾക്ക് അത്രയും വിഷമമുണ്ട് ഞാൻ പോയത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നി. അവൾ എന്നെ എത്രയൊക്കെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി കേട്ടോ. അങ്ങനെ എന്താ ഞങ്ങൾ സൺഡേ കഴിഞ്ഞു കേട്ടോ.